ഇന്നത്തെ നമ്മുടെ യാത്ര തൊമ്മൻകുത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ തൊമ്മൻകുത്തിലേക്ക് സാധാരണ നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ സീസൺ സമയങ്ങളിലായിരിക്കും തൊമ്മൻകുത്ത് കാണാൻ പോകുന്നത്. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ ഈ മഴക്കാലത്ത് തൊമ്മൻകുത്തിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വഴിപണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സീസൺ ആകുമ്പോഴത്തേക്ക് അതൊക്കെ മാറി നല്ല അടിപൊളി റോഡ് എത്തുമെന്നാണ് കരുതുന്നത്. അങ്ങനെ നമ്മൾ തൊമ്മൻകുത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം തൊടുപുഴയിൽ നിന്നും 19-20 കിലോമീറ്റർ ഉണ്ട് കേട്ടോ തൊമ്മൻകുത്ത് വരെ. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ഈ കാണുന്നതാണ് അവിടുത്തെ പ്രവേശന കവാടം. അവിടുന്ന് വലത്ത് വശത്ത് കാണുന്നത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ്. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പയ്യെ നടക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ചെറിയ മഴയുള്ളതുകൊണ്ട് എല്ലാവരും ഒരേ കുടകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മഴക്കാലത്ത് കുടകളൊക്കെ എടുത്തോളണം, കാരണം നമുക്ക് കയറി നിൽക്കാനൊക്കെ വളരെ സൗകര്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ കാടിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് നമുക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് ആ തൊമ്മൻകുത്തിൻ്റെ ഒരു ചെറിയൊരു രൂപരേഖ അവിടെ മതിലിൽ പണിത് വെച്ചിരിക്കുന്നത്. അവിടുന്ന് തൊട്ട് മുന്നോട്ട് നടക്കുമ്പം തന്നെ നമുക്കവിടെ ഈ തൊമ്മൻകുത്തിൻ്റെ പേര് വരാനുള്ളൊരു കാരണം എന്ന നിലയ്ക്ക് ഒരു പ്ലാവിൽ ചക്കകളുണ്ടായിരിക്കുന്നതും അത് പറിക്കാൻ കയറുന്ന ഒരു ആദിവാസി അതിൽ നിന്നും കൈവിട്ട് താഴത്തേക്ക് പോകുന്നതിൻ്റെ ഒരു പടം നമുക്ക് കാണാം കേട്ടോ. തുമ്പൻ എന്ന ആദിവാസി പ്ലാവിൽ ചക്ക പറിക്കാൻ കയറിയപ്പോൾ കൈവിട്ട് ഈ കുത്തിലേക്ക് പോവുകയും അദ്ദേഹത്തെ പിന്നീട് കണ്ടു കിട്ടുകയും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് അതിന് തൊമ്മൻകുത്ത് എന്ന് പേര് വന്നതെന്നാണ് ഐതിഹ്യമായിട്ട് പറയുന്നത്. നമ്മൾക്കങ്ങ് നടക്കുമ്പം തന്നെ കാടിൻ്റെ ഒരു വന്യതയും അതിൻ്റെ ഭംഗിയും നമുക്ക് ശരിക്കും ആസ്വദിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ കലങ്ങി മറിഞ്ഞ് കുത്തി ഒഴുകുന്ന നദിയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സൗന്ദര്യത്തോടൊപ്പം ചെറിയൊരു ഭീതിയും കൂടെ മനസ്സിലുണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ ഈ കാണുന്ന ചെറിയ വാച്ച് ടവറുകൾ, അവരുടെ എല്ലാം ഗാർഡുകളുണ്ട്. അവർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും. ഇപ്പോൾ എപ്പോഴാണ് വന്നാലും, മഴക്കാലമാണെങ്കിൽ വേനൽക്കാലമാണെങ്കിലും ഈ ഗാർഡുകളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. കാരണം ഭംഗിയും മനോഹാരിതയും ഉണ്ടെങ്കിലും വളരെയധികം ഏകദേശം 24-25 ആളുകളോളം മരണമടഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ തൊമ്മൻകുത്ത്. ആ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന മനോഹാരിത പോലെ തന്നെ അതിന് അപകടങ്ങളുമുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അരുവികൾ ഈ നദിയിലേക്ക് വന്ന് ചേരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളൊക്കെ അവിടെ പോകുന്നതിൽ ഉള്ളതിലേറ്റവും വലിയ അരുവികളുടെ മുകളിലാണ് നമ്മളിപ്പം കയറുന്നത്. അവിടെ ഒരു ചെറിയൊരു പാലം, ആ പാലത്തിൻ്റെ ഇട സൈഡിൽ കൂടെ അരുവികൾ ഒഴുകി വന്ന് നേരെ ഈ പുഴയിലേക്ക് വന്ന് ചേരുന്നത് നമുക്ക് കാണാം. കണ്ണാടിയാറാണ് കേട്ടോ നമുക്ക് ഈ നദിക്ക് പറയുന്ന പേര്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇതിൻ്റെ 7 നിലക്കുത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് കേട്ടോ 7 നിലക്കുത്ത്. എൻ്റെ വശ്യതയും മനോഹാരിതയും ഒന്ന് ശ്രദ്ധിച്ചു നോളൂ. ഇപ്പോൾ അതൊരു വന്യമായ രീതിയിലാണ് ആ വെള്ളം വന്ന് കുത്തി ഒഴുകി ചാടുന്നത്. വേനൽക്കാലത്ത് അതിൻ്റെ സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഭാഗം വളരെ മനോഹരമാവുകയും അതിൻ്റെ താഴെ ചെന്ന് നിന്ന് നമുക്ക് കുളിക്കുകയും ഒക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നതിനുള്ള സൗകര്യമൊക്കെ സീസൺ ആകുമ്പോഴത്തേക്ക് കിട്ടും. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട്, ഓഫ് സീസൺ ആയതുകൊണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് ഒന്നും നടത്തിയിട്ടില്ല. എങ്കിലും നമുക്കിവിടെ നോക്കുമ്പോൾ എത്രയോ മനോഹരമായ രീതിയിലാണ് ആ വെള്ളച്ചാട്ടം വന്ന് ചാടി പതഞ്ഞ് താഴത്തേക്ക് ഒഴുകി പോകുന്നത് നോക്കും. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ കുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് മുകളിൽ വെള്ളം ആവിയായിട്ട് പോകുന്നത് കാണാം. നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ചെടുത്ത് ദൂരം അങ്ങോട്ട് കയറി പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വഴി താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ നക്കയം എന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് ഇപ്പോഴല്ല, അതിൻ്റെ ഓഫ് സീസണാണ്. അപ്പം നമുക്ക് നവംബർ മുതൽ ഏപ്രിൽ മെയ് മാസം വരെയാണ് കേട്ടോ അങ്ങോട്ടുള്ള ട്രെക്കിംഗ് തുടങ്ങുന്നത്. നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും. അങ്ങോട്ടേക്കുള്ള ട്രക്കിങ്ങിന് 5 പേരടങ്ങുന്ന ഒരു ടീമിന് 1500 രൂപയാണ് കേട്ടോ ചാർജ്. 1500 രൂപ കൊടുത്ത് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ കരുതണം. നമ്മളുടെ കൂടെ ഒരു ഗാർഡിനെ അവർ നമുക്ക് കൂട്ടായിട്ട് അയക്കും. അതുപോലെ തന്നെ അധികമായിട്ട് 5 പേരിൽ കൂടുന്നതിൽ വരുന്ന ഒരാൾക്ക് 250 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ അവിടെ പോയി നിരവധിയായ വെള്ളച്ചാട്ടങ്ങളും നക്കയം ഗുഹ, ജഗത്താൻ ഗുഹ, പ്ലാപത്ത് ഗുഹ എന്നിവയൊക്കെ കണ്ട് വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് നമുക്ക് മനസ്സ് നിറഞ്ഞ് തിരിച്ചു പോരാം കേട്ടോ.